കുട്ടികളെ, അങ്ങനെ നമ്മൾ 6ാമത്തെ അധ്യായത്തിലേക്ക് കടക്കുകയാണ്. അതിനു മുമ്പായി ഈ കഥ എല്ലാവർക്കും ഇഷ്ടമാകുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇതുപോലെയുള്ള രസകരമായ കഥകൾക്കായി ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ പ്രോത്സാഹനം ഞങ്ങൾക്ക് ഏറെ വിലപ്പെട്ടതാണ്. അപ്പോൾ അധ്യായത്തിലേക്ക്. രാത്രിയിൽ എല്ലാവരും ഉറങ്ങിയതിനു ശേഷം തൻ്റെ മുറിയിലേക്ക് വരാൻ സാറ കരോളിനോട് പറഞ്ഞിരുന്നല്ലോ. എന്നാൽ അവൾ വരുമോ എന്ന് സാറയ്ക്ക് നല്ല സംശയമുണ്ടായിരുന്നു. വരില്ല എന്ന് തന്നെയാണ് സാറ കരുതിയത്. എന്നാലും അവൾ കാത്തിരുന്നു. സമയം 1 മണിയായപ്പോൾ കരോൾ ഇനി വരില്ല എന്ന് കരുതി സാറ ഉറങ്ങാൻ ഭാവിച്ചു. അപ്പോൾ വാതിലിൽ ഒരു മുട്ട് കേട്ടു. സാറ തുറന്നു. അത് കരോളായിരുന്നു. നിങ്ങൾ ഉറക്കമായിരിക്കുമെന്ന് ഞാൻ ഭയന്നു. ഓ ഇല്ല, ഞാൻ നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു. വരൂ, ചായ കുടിക്കൂ. 1ാം തരം ചൈനീസ് ചായയാണ്. അവൾ ഒരു കപ്പിൽ ചായ പകർന്നു കൊടുത്തു. എന്ത് ചെയ്യണമെന്നറിയാതെ കരോൾ ഒന്ന് ഭയന്നു. ശേഷം ചായയും ബിസ്ക്കറ്റും കയ്യിൽ വാങ്ങി. ഇതൊരു രസമാണ്. കരോൾ പെട്ടെന്ന് ഞെട്ടി. ഉവ്, അതേ എന്ന് തോന്നുന്നു. സ്കൂളിൽ അർദ്ധരാത്രി നടത്താറുള്ള ചായ സൽക്കാരം പോലെ. നിങ്ങൾ സ്കൂളിൽ പോയിട്ടില്ലെന്ന് തോന്നുന്നു അല്ലേ? സാറ ചോദിച്ചു. ഇല്ല, ഞങ്ങൾ വീട് വിട്ടെങ്ങും പോയിട്ടില്ല. ഞങ്ങളെ പഠിപ്പിക്കാൻ അധ്യാപകമാർ വീട്ടിൽ വരുമായിരുന്നു. 1ലധികം അധ്യാപികമാർ. പുറത്തെങ്ങും പോയിട്ടേയില്ല. ഇല്ല, എന്നും ഒരേ വീട്ടിൽ തന്നെയാണ് താമസിച്ചിരുന്നത്. ആദ്യമായാണ് ഇങ്ങനെയൊരു യാത്ര. വല്ലാത്തൊരു അനുഭവമായിരിക്കും ഇത് അല്ലേ? വാസ്തവമാണ്. എല്ലാം ഒരു സ്വപ്നം പോലെ തോന്നുന്നു. ഈ യാത്രയ്ക്ക് നിങ്ങളുടെ വളർത്തമ്മയെ പ്രേരിപ്പിച്ചത് എന്താണ്? ആ പേര് കേട്ടപ്പോൾ തന്നെ കരോൾ ഭയന്നുപോയി. സാറ പെട്ടെന്ന് വിഷയം മാറ്റി. അടുത്തു തന്നെ ഞാനൊരു ഡോക്ടറാകും. ഇപ്പോൾ ബിരുദം എടുത്തതേ ഉള്ളൂ. നിങ്ങളുടെ വളർത്തമ്മയുടെ പെരുമാറ്റത്തെക്കുറിച്ച് പഠിക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. തീർച്ചയായും അവരുടേത് ഒരു വല്ലാത്ത രോഗമാണ്. അത് കേട്ട് കരോൾ ഞെട്ടി. അവൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യമാണ് സാറ് പറഞ്ഞത്. എന്നാൽ സാറ അത് മനഃപൂർവ്വം പറഞ്ഞതാണ്. ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം നിഗ്രഹ ശക്തിയുള്ള ഒരു ദുർദേവതയുടെ സ്ഥാനമാണ് മിസസ് ബോയിന്റന്. ആ ഭയത്തിന് എന്നേക്കുമായി അറുതി വരുത്തുക എന്നതായിരുന്നു സാറയുടെ ലക്ഷ്യം. അതെ, സാറ തുടർന്നു. ഗുരുതരമായൊരു രോഗമാണിത്. ഈ രോഗം ബാധിക്കുന്നയാൾ സ്വേച്ഛാപ്രവണത കാണിക്കും. തന്നിഷ്ടപ്രകാരം മറ്റുള്ളവർ നടക്കണമെന്ന് ശഠിക്കും. അത്രക്കാരെ നിയന്ത്രിക്കാനും പ്രയാസമാണ്. പെട്ടെന്ന് ചായക്കപ്പ് താഴെ വെച്ച് കരോൾ ചോദിച്ചു, അങ്ങനെയാണോ? അവൾക്ക് വല്ലാത്ത ആവേശമായി. നിങ്ങളുമായി സംസാരിച്ചിരിക്കുമ്പോൾ അതിയായ ആശ്വാസം തോന്നുന്നു. വാസ്തവത്തിൽ ഞാനും റേയും വളരെ വളരെ വിമിഷ്ടപ്പെടുന്നുണ്ട്. പ്രയാസങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുന്നത് നല്ലതാണ്. കുടുംബാംഗങ്ങൾ തമ്മിലാകുമ്പോൾ പലതും തുറന്നു പറയാൻ മടിക്കും. യാദൃശികമായി എന്ന പോലെ സാറ ചോദിച്ചു, വീട്ടിലെ ജീവിതം നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ എന്തുകൊണ്ട് മാറി താമസിച്ചുകൂടാ? കരോൾ ഞെട്ടിപ്പോയി. അയ്യോ, അത് വയ്യ. അതെങ്ങനെയാണ്? ഞാൻ പറയുന്നത്, അമ്മ സമ്മതിക്കണ്ടേ? അവർക്ക് നിങ്ങളെ തടുക്കാൻ ഒക്കുമോ? സാറ വളരെ സൗമ്യമായി പറഞ്ഞു. നിങ്ങൾക്ക് പ്രായപൂർത്തിയായില്ലേ? എനിക്ക് 23 വയസ്സായി. അതാണ് പറഞ്ഞത്. എങ്കിലും അത് സാധ്യമാണോ? ഞാൻ പറയുന്നത്, എവിടെ പോകണമെന്നും എന്ത് ചെയ്യണമെന്നും എനിക്ക് അറിഞ്ഞുകൂടല്ലോ. നിരാശ കലർന്ന സ്വരത്തിൽ അവൾ പറഞ്ഞു. ഞങ്ങളുടെ കയ്യിൽ പണവുമില്ല. നിങ്ങളെ സഹായിക്കാൻ കഴിവുള്ള സുഹൃത്തുക്കളില്ലേ? സുഹൃത്തുക്കളോ? ഇല്ല, ഞങ്ങൾക്ക് ആരെയും അറിഞ്ഞുകൂടാ. നിങ്ങൾക്കാർക്കെങ്കിലും എപ്പോഴെങ്കിലും വീട് വിട്ട് പോകണമെന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഉണ്ടെന്ന് തോന്നുന്നില്ല. ഞങ്ങൾക്ക് അതിനുള്ള കഴിവില്ലല്ലോ. ആ പെൺകുട്ടിയുടെ നിഷ്കളങ്കത കണ്ട് സാറയ്ക്ക് അവളോട് വല്ലാത്ത ദയ തോന്നി. അവൾ പെട്ടെന്ന് വിഷയം മാറ്റി. നിങ്ങൾക്ക് രണ്ടാനമ്മയോട് ഇഷ്ടമാണോ? കരോൾ മെല്ലെ പറഞ്ഞു. ഞാൻ അവരെ വെറുക്കുന്നു. റേയും. അവർ മരിച്ചു പോയെങ്കിലെന്ന് ഞങ്ങൾ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്. വീണ്ടും സാറ വിഷയം മാറ്റി. നിങ്ങളുടെ മൂത്ത സഹോദരനെ കുറിച്ച് പറയൂ. ലെനോക്സിന്റെ കാര്യമാണോ? ജ്യേഷ്ഠൻ എന്തു പറ്റിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈയിടെ ഒന്നും മിണ്ടുന്നില്ല. എപ്പോഴും മൗനം. സ്വപ്നാടനക്കാരനെ പോലെ നടക്കും. അതോർത്ത് നാദീന് എപ്പോഴും ദുഃഖമാണ്. നിങ്ങളുടെ നാത്തൂനോട് നിങ്ങൾക്ക് സ്നേഹമാണോ? അതെ, അവർ മറ്റുള്ളവരെ പോലെയല്ല, ദയാലുവാണ്. പക്ഷെ എപ്പോഴും മനോവിഷമത്തോടെ കഴിയുന്നു. നിങ്ങളുടെ സഹോദരനെ കുറിച്ച് ഓർത്താണോ വിഷമം? അതെ. അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് എത്ര നാളായി? 4 വർഷം. അവരും സ്ഥിരമായി നിങ്ങളോടൊത്താണോ താമസിക്കുന്നത്? അതെ. നിങ്ങളുടെ നാത്തൂനത് ഇഷ്ടമാണോ? അല്ല. അല്പം കഴിഞ്ഞ് കരോൾ പറഞ്ഞു. ഉദ്ദേശം 4 വർഷം മുമ്പ് ഒരിക്കൽ വീട്ടിലൊരു വഴക്ക് നടന്നു. ഞങ്ങളാരും ഒരിക്കലും വീടിന് പുറത്തു പോയിട്ടില്ലെന്ന് പറഞ്ഞല്ലോ. അതായത് വീട്ടുമുറ്റത്തും പറമ്പിലും മാത്രമേ പോകൂ. പക്ഷേ ജ്യേഷ്ഠൻ പോയി. ഒരു ദിവസം രാത്രി പുറത്തൊരിടത്ത് നൃത്തം കാണാൻ. അത് കണ്ടുപിടിച്ചപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ദേഷ്യം വന്നു. അന്നുണ്ടായ വഴക്ക് പറഞ്ഞറിയിക്കാൻ പ്രയാസമാണ്. അത് കഴിഞ്ഞ ഉടനെ അമ്മ നാദീനെ വീട്ടിൽ വിളിച്ച് താമസിപ്പിച്ചു. അച്ഛൻ്റെ ഒരകന്ന ബന്ധുവാണവർ. വളരെ പാവപ്പെട്ട കുടുംബത്തിലാണ് നാദീൻ ജനിച്ചത്. ഒരാശുപത്രിയിൽ നഴ്സിങ്ങിന് പഠിക്കുകയായിരുന്നു. ഉദ്ദേശം 1 മാസം അവർ ഞങ്ങളുടെ വീട്ടിൽ താമസിച്ചു.
പുറത്തുനിന്ന് ഒരാൾ വീട്ടിൽ വരുന്നത് ഞങ്ങൾക്കെല്ലാം എത്ര സന്തോഷകരമായ കാര്യമായിരുന്നെന്നോ. അങ്ങനെ നാദീനും ജ്യേഷ്ഠനും തമ്മിൽ സ്നേഹമായി. എത്രയും പെട്ടെന്ന് അവരുടെ വിവാഹം നടത്തണമെന്നും നാദീൻ ഞങ്ങളോടൊപ്പം താമസിക്കണമെന്നും അമ്മ നിർദ്ദേശിച്ചു. നാദീൻ അത് ഇഷ്ടമായിരുന്നോ? അവർക്ക് വലിയ താല്പര്യമില്ലായിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്കിലും എതിർത്തൊന്നും പറഞ്ഞില്ല. വിവാഹം കഴിഞ്ഞ് ലെന്നോക്സിനോടൊപ്പം ദൂരെ എവിടെയെങ്കിലും പോകണമെന്ന് അവൾ വിചാരിച്ചിരുന്നു. പക്ഷെ പോയില്ല അല്ലേ? ഇല്ല, അമ്മ അനുവദിച്ചില്ല. അമ്മയ്ക്ക് നാദീനെ ഇപ്പോൾ ഇഷ്ടമാണെന്ന് കരുതാൻ വയ്യ. നാദീന്റെ കാര്യം വളരെ രസകരമാണ്. അവരുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് ആർക്കറിയാം? നാദീൻ ജിന്നിയെ ശുശ്രൂഷിക്കുന്നത് പോലും അമ്മയ്ക്കിപ്പോ ഇഷ്ടമല്ല. നിങ്ങളുടെ അനിയത്തിയുടെ പേരല്ലേ ജിന്നി? അതെ, ജിനേറ എന്നാണ് ശരിയായ പേര്. അവൾ സന്തോഷവതിയാണോ? കരോൾ സംശയത്തോടെ പറഞ്ഞു. ഈയിടെ ജിന്നിയുടെ പെരുമാറ്റം വളരെ വിചിത്രമായിരിക്കുന്നു. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. പൊതുവെ അവൾ വളരെ ദുർബലയാണ്. അമ്മ എപ്പോഴും അവളെ കുറ്റപ്പെടുത്തും. അത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുന്നു. ജിന്നിയുടെ ഇപ്പോഴത്തെ സ്വഭാവം കാണുമ്പോൾ എനിക്ക് പേടിയാകുന്നു. അവൾ എന്താണ് ചെയ്യുന്നതെന്ന് പോലും അവൾ അറിയുന്നില്ലെന്ന് തോന്നുന്നു. ഏതെങ്കിലും ഡോക്ടറെ കാണിച്ചോ? ഇല്ല, ഡോക്ടറെ കാണിക്കണമെന്ന് നാദീൻ പറഞ്ഞു. അമ്മ സമ്മതിച്ചില്ല. ജിന്നിയും വല്ലാത്ത ബഹളം ഉണ്ടാക്കി. ഡോക്ടറുടെ അടുത്ത് പോകുകയില്ലെന്ന് വാശി പിടിച്ചു. എനിക്ക് അവളെക്കുറിച്ച് ഓർക്കുമ്പോൾ വല്ലാത്ത പേടിയാകുന്നു. കരോൾ പെട്ടെന്ന് എഴുന്നേറ്റു. ഞാൻ നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടുത്തി. എന്നോട് സംസാരിക്കാൻ സന്മനസ്സുണ്ടായതിന് നന്ദി. ഞങ്ങളുടെ കാര്യം അസാധാരണമാണെന്ന് നിങ്ങൾക്ക് തോന്നുമായിരിക്കുമല്ലേ? എല്ലാവരിലും അല്പമൊക്കെ അസാധാരണത്വം ഉണ്ടാകും. വീണ്ടും വരണം, വരില്ലേ? നിങ്ങളുടെ സഹോദരനെ കൂടി കൊണ്ടുവരൂ. വേണോ? വേണം. നമുക്ക് രഹസ്യമായ ഒരു പദ്ധതി തയ്യാറാക്കാം. എൻ്റെ ഒരു സുഹൃത്തിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം, ഒരു ഡോക്ടർ ജെറാൾഡ്. കരോളിന്റെ മുഖം പ്രകാശിതമായി. അത് കൊള്ളാം, വളരെ നല്ല കാര്യം. പക്ഷെ അമ്മ അറിയരുതെന്ന് മാത്രം. അമ്മ അറിയുന്നത് എന്തിന്? ഗുഡ് നൈറ്റ്. നാളെ രാത്രി ഇതേ സമയത്തായാലോ? അതെ, അത് മതി. മറ്റന്നാൾ ഞങ്ങൾ മടങ്ങിപ്പോകും. എന്നാൽ നാളെ തന്നെ തീർച്ചയായും കാണാം. കരോൾ വളരെയധികം സന്തോഷത്തോടെ മുറിക്ക് പുറത്തിറങ്ങി. ശബ്ദമുണ്ടാക്കാതെ നടന്നു. മുകളിലെ നിലയിലായിരുന്നു അവളുടെ മുറി. മുറിയുടെ വാതിൽ തുറന്ന അവൾ ഞെട്ടിപ്പോയി. മുറിക്കുള്ളിലെ നെരിപ്പോടിന് സമീപം ചാരു കസേരയിൽ ഒരു ചുവന്ന ഗൗൺ ധരിച്ച് മിസസ് ബോയിൻഡൻ ഇരിക്കുന്നു. അയ്യോ! കരോൾ അറിയാതെ നിലവിളിച്ചു. ക്രൂരമായ കറുത്ത രണ്ട് കണ്ണുകൾ അവളുടെ മുഖത്ത് ചുഴിഞ്ഞിറങ്ങി. നീ എവിടെ പോയിരുന്നു കരോൾ? ഞാൻ നീ എവിടെ പോയിരുന്നു? ക്രൂരമായ ആ ശബ്ദം കരോളിന്റെ ഹൃദയത്തിനെ ഭയപ്പെടുത്തി. ഒരു മിസ് കിങ്, സാറ കിങ്ങിനെ കാണാൻ. കഴിഞ്ഞ രാത്രി റെയ്മൻഡിനോട് സംസാരിച്ചവൾ? അതെ. വീണ്ടും അവളെ കാണാൻ നീ പരിപാടി ഇട്ടിട്ടുണ്ടോ? കരോൾ വിറച്ചു. ശബ്ദം പുറത്തു വന്നില്ല. അവൾ തലയാട്ടി. എപ്പോഴാണ്? നാളെ രാത്രി. നീ പോകരുത്, മനസ്സിലായോ? പോകുകയില്ലമ്മേ. മിസസ് ബോയിൻഡൻ കസേരയിൽ നിന്ന് എഴുന്നേക്കാൻ ശ്രമിച്ചു. കരോൾ അവരെ സഹായിച്ചു. അതിനുശേഷം അവർ മെല്ലെ വടിയൂന്നി വാതുക്കലേക്ക് നടന്നു. അവിടെ ചെന്ന് തിരിഞ്ഞു നിന്ന് കരോളിനെ നോക്കി പറഞ്ഞു. ആ മിസ് സാറ കിങ്ങിനോട് നിനക്കൊരു ഇടപാടും വേണ്ട, കേട്ടല്ലോ? ഉവ്വ്. എന്തോന്ന് കേട്ടു? ഞാൻ എന്താ ഇപ്പൊ പറഞ്ഞത്? മിസ് സാറ കിങ്ങിനോട് എനിക്കൊരു ഇടപാടും വേണ്ടെന്ന്. ഭേഷ്. അവർ പുറത്തിറങ്ങി വാതിലടച്ചു. കരോളിന് ഭയങ്കരമായ സങ്കടം വന്നു. അവൾ കിടക്കയിലേക്ക് വീണ് പൊട്ടിക്കരയാൻ തുടങ്ങി. അല്പം മുമ്പ് ഒരു പുതിയ പാത അവളുടെ കൺമുമ്പിൽ തെളിഞ്ഞിരുന്നു. പ്രകാശപൂർണമായ വൃക്ഷങ്ങളും പൂക്കളും നിറഞ്ഞ ഒരു പാത. പക്ഷെ ഇപ്പോ കറുത്ത കൂറ്റൻ മതിലുകൾ അവൾക്ക് ചുറ്റും വീണ്ടും ഉയർന്നു വന്നിരിക്കുന്നു. ആ മതിലുകളെ തകർക്കാൻ അവൾക്ക് സാധിക്കുമോ? ആ പിശാചിന്റെ പിടിയിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാനാകുമോ? കുട്ടികളെ, ഈ അധ്യായത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണേ. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റ.